എല്ലാവർക്കും നമസ്കാരം. അമ്മ വീണ്ടും വന്നു കേട്ടോ. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അമ്മ വന്നതാണ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീഡിയോ അങ്ങനെ ചെയ്യാനുള്ളൊരു മൂഡിലായിരുന്നില്ല. അപ്പോൾ ഞാൻ കുറച്ച് ദിവസം അങ്ങോട്ട് നീക്കി വെച്ചു. അപ്പോൾ ഞാൻ വീണ്ടും വരികയാണ്. അങ്ങനെ കുറേ നാൾ ചെയ്തിട്ടേ അങ്ങനെ തീരെ നിങ്ങളുടെ മുന്നിലേക്ക് വരാതിരിക്കുമ്പോൾ ഒരു വിഷമം. അപ്പോൾ ഇടയ്ക്കൊക്കെ ഒന്ന് വരാമെന്ന് വിചാരിച്ചു. അപ്പോൾ കടയിൽ തന്നെയാണ്. കടയിലത്തെ വിശേഷങ്ങൾ പ്രത്യേകിച്ച് വലിയ വലിയ വിശേഷങ്ങളൊന്നുമില്ല. എന്നാലും എന്നെ നിങ്ങൾക്ക് കാണണ്ടേ, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. ഇന്നപ്പോൾ ഞാനേ ക്യാരറ്റാണ് വെക്കുന്നത്. ക്യാരറ്റും പയറും, പച്ചപ്പയറില്ലേ നമ്മുടെ, അതും കൂടി ഞാൻ അരിഞ്ഞൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതൊന്ന് വെക്കാമെന്ന് വിചാരിച്ചു. കാലത്തെ കറിയാണ് കേട്ടോ. അപ്പോൾ പച്ചമുളകും ഉള്ളിയും മഞ്ഞപ്പൊടിയും ഒക്കെ ഒന്ന് വഴണ്ടി വരുമ്പോൾ അങ്ങനെ മൊരിയിക്കാനൊന്നും നിൽക്കില്ല കേട്ടോ. ഞാൻ ഒന്ന് വാടി വരുമ്പോൾ നമ്മൾ നമ്മുടെ അവിടെയൊക്കെ എങ്ങനെയുണ്ട് മഴയൊക്കെ? ഇവിടെ മഴ അങ്ങനെയെന്ന് പറഞ്ഞാൽ ശക്തമായ മഴയായിരുന്നു കുറച്ച് ദിവസം മുന്നേ. ഇപ്പം ഇത്തിരി ഇടവിട്ടിട്ടുള്ള മഴകളൊക്കെയാണ്. ഒരുപാട് ആൾക്കാർക്ക് ബുദ്ധിമുട്ടുകളൊക്കെയാണ് അല്ലേ. അതൊക്കെ കാണുമ്പോഴേ അതൊക്കെ ഇങ്ങനെ ഭയങ്കരമായിട്ട് കാണുമ്പോഴാണ് തോന്നുന്നു ഈ വീഡിയോസുകളൊന്നും എടുക്കാൻ തന്നെ എനിക്ക് ഇഷ്ടമില്ലാത്തത്. വാർത്തയൊക്കെ കേൾക്കുമ്പോഴൊക്കെ എന്താ ബുദ്ധിമുട്ടുകൾ കഴിക്കുന്നത്. ഞങ്ങളൊരു ബുദ്ധിമുട്ടില്ലാത്തടത്താണ് ജീവിക്കുന്നത്. വെള്ളം വന്നാലും വെള്ളമില്ലെങ്കിലും ഒന്നും ഒരു ബുദ്ധിമുട്ടില്ലാത്ത സ്ഥലത്താണ് നമ്മളുടെ ജീവിതം. അതൊരു ഭാഗ്യം. മറ്റുള്ളവരുടെ ബുദ്ധിമുട്ടുകൾ കാണുമ്പോൾ ഭയങ്കരമായിട്ടുള്ളൊരു വിഷമം നമുക്ക് തോന്നാറുണ്ട്. അപ്പം നാളികേരം വേപ്പിൻ്റെ ഇലയ്ക്ക് ഇട്ട് കൊടുക്കാം. ഒപ്പം തന്നെ നമ്മുടെ ഞാൻ ആവിയിലാണ് വേവിച്ചെടുക്കുന്നത് കേട്ടോ. വേവിച്ചതിന് ശേഷമല്ല, കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് ദുരന്തങ്ങൾ നമ്മളെങ്ങനെ പിന്തുടർന്നുകൊണ്ടേയിരിക്കുക അല്ലേ. കപ്പലുകളുടെ ദുരന്തങ്ങൾ, വിമാനത്തിൻ്റെ ദുരന്തങ്ങൾ, റോഡിൽ പോകുന്ന ബസ്സുകളുടെ ദുരന്തങ്ങൾ ഒക്കെ ആയിട്ട് കുറേ മനുഷ്യൻ്റെ ജീവനുകൾ ഇങ്ങനെ പൊരിഞ്ഞുകൊണ്ടിരിക്കുക. അതൊക്കെ ഇങ്ങനെ കേൾക്കുമ്പോഴേ പിന്നെ ഇന്ന് കണ്ട ചിലപ്പോൾ കടയിൽ വന്ന് ഇന്ന് പോയ ആൾ നാളെ മരിക്കണു. അങ്ങനത്തെയും കുറേ അനുഭവങ്ങൾ നമ്മൾക്ക് കടന്നു പോകണം. വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാണ്ടിരിക്കുകയാണെങ്കിൽ ഇതിൽ നിന്നൊക്കെ നമുക്ക് ഈ ഒരു ടെൻഷനുകളൊന്നും നമുക്ക് ഉണ്ടാവില്ല. ഈ അധികം വാർത്തകളും ഇതൊക്കെ കേൾക്കാണ്ടിരിക്കുകയാണെങ്കിൽ എന്ന് ഞാൻ വിചാരിക്കാറുണ്ട് കേട്ടോ. ഇതൊക്കെ കുറേ ഇങ്ങനെ കണ്ടുകൊണ്ടേ ഇരിക്കുമ്പോഴാണ് കൂടുതൽ ഇങ്ങനെ ഇരുന്നിരുന്നിരുന്ന് ഇങ്ങനെ ടെൻഷൻ കൂടി വരും ഇപ്പോൾ നമുക്ക്. അപ്പം എൻ്റെ മക്കൾ പറയും, അമ്മ അങ്ങനത്തെ ഒന്നും കാണണ്ട, അതൊക്കെ കാണാതിരിക്കുന്നതാണ് നല്ലത്. അതൊക്കെ ഇങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റാത്ത കാര്യമല്ലേ, നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. എന്നാലും കുറേ വിഷമിക്കാമെന്ന് മാത്രം. ഭയങ്കരമായ വിഷമങ്ങൾ. അപ്പോഴേ
ഒരു ഒറ്റ പോലും വെള്ളമില്ലാണ്ടാണ് നമ്മൾ വെച്ചേ. പക്ഷെ നോക്ക്, വെള്ളം നോക്ക് എന്താ. അപ്പോൾ അതിനെ ഇനി അങ്ങോട്ട് വറ്റിച്ചൊന്ന് എടുക്കണം, നന്നായി തീ കത്തിച്ച് തുറന്ന് വയ്ക്കണം. അപ്പോഴത് അല്ലെങ്കിൽ കുഴഞ്ഞു പോയി. അപ്പോൾ ഒരു പകുതി വേവെത്തുമ്പോൾ നമുക്കതിങ്ങനെ തുറന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടാ വെള്ളം അങ്ങോട്ട് ഇത് കിടന്ന് അങ്ങോട്ടൊന്ന് വരട്ടെ. ഇതും തുടങ്ങി. വെള്ളം വറ്റിയാൽ റെഡിയാവും. ഒരു ബുദ്ധിമുട്ടില്ലാണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഉപ്പേരി അല്ലേ, ഒന്നുമില്ല പണി. അപ്പോഴേ ഉപ്പേരിയുടെ പരിപാടിയൊക്കെ കഴിഞ്ഞു, കഞ്ഞി കൂടിയും കഴിഞ്ഞു. അപ്പോൾ ഇനി ഞാൻ ഉണക്ക സ്രാവ് കൊണ്ടുവന്നിട്ടുണ്ട്. പാക്കറ്റ് 2 പാക്കറ്റ് നമ്മുടെ അവിടെ ഇല്ല അത്. അപ്പോൾ പുറത്തുനിന്ന് വാങ്ങിച്ചത്. നമ്മുടെ അവിടെ ചെമ്മീൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ അതും നേന്ത്രക്കായും കൂടി വെക്കുന്നതാണ് ഇന്ന് കാണിക്കുന്ന സ്പെഷ്യൽ എന്ന് പറയുന്നത് കേട്ടോ. ഇതുവരെ ഞാനത് വെച്ച് കാണിച്ചു തന്നിട്ടില്ല നിങ്ങൾക്ക്. അപ്പോൾ അമ്മ വയ്ക്കുന്ന കറികൾ പെട്ടെന്ന് സിമ്പിളായിട്ട് വെച്ച് കഴിക്കാൻ പറ്റാറുണ്ട്. പിന്നെ അത്ര വായയിൽ കൊള്ളാത്ത ഇൻഗ്രീഡിയൻസ് ഒന്നും അമ്മ പറയാറില്ല, എനിക്കറിയൂലേ. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഏറ്റവും കിട്ടുന്നത്, അതായത് നമ്മുടെ കടയിലുള്ള പിന്നെ പറയാൻ കിട്ടുന്ന കാര്യങ്ങളൊക്കെയാണ് ഞാൻ പറയാറ്. എനിക്ക് അത്ര ഇതായിട്ടൊന്നും പറയാനറിയില്ലല്ലോ. അപ്പോൾ ഞാൻ ഇത് പഴയ കാലം നമ്മുടെ ഒരു കറിയാണ്, ഉണക്കസ്രാവും നേന്ത്രക്കായും. അപ്പോൾ അതാണ് ഇന്നത്തെ കറി. അത് ഞാൻ വളരെ സിമ്പിളായിട്ട് വെക്കുന്നത്. ഒന്ന് കാണിച്ചു തന്നാലോ, ഒന്ന് കണ്ടോക്ക് കേട്ടോ. അപ്പോൾ ആൺപിള്ളേർക്കായാലും പെൺപിള്ളേർക്കായാലും. ഇപ്പോൾ ഉണ്ണിമോളൊക്കെ ഇപ്പോൾ ഇവിടുന്ന് പോവല്ലേ, കോതമംഗലത്താണ് സീറ്റ് നമ്മൾ വാങ്ങിച്ചിരിക്കുന്നത്. അവിടെ തന്നെ ആവും എന്ന് വിചാരിക്കണു. അപ്പോൾ അവിടെ BCAക്ക് ചേർന്നിട്ടുണ്ട് ആൾ. അപ്പോൾ നഴ്സിങ്ങിന് ചേരാമെന്നൊക്കെ വിചാരിച്ച് നമ്മൾ പല സ്ഥലത്ത് അന്വേഷിച്ചു. പിന്നെ ഇതാവുമ്പോൾ കോതമംഗലത്ത് കുറച്ച് വഴിയല്ലേ ഉള്ളൂ, ആഴ്ചയിൽ ഒരു ദിവസം വരാം. മറ്റേതാവുമ്പോൾ ഒക്കെ ഭയങ്കര റിസ്ക്കാണ്. റിസ്കിനനുസരിച്ചുള്ള സാലറിയും കാര്യങ്ങളൊക്കെ കൂടുതൽ കിട്ടും, നല്ലതൊക്കെ ആയിരിക്കാം. ചിലപ്പോൾ നമ്മൾ ഒരാളെ പഠിപ്പിച്ച്, സ്ത്രീനെ പഠിപ്പിച്ച് നമ്മൾ ഇറക്കിയ ഒരമ്മയാണ് ഞാൻ. അപ്പോൾ അതിൻ്റേതായ ഒരുപാട് ബുദ്ധിമുട്ടുകളും ഉണ്ട് അതിന്. കുട്ടികൾക്കും ഉണ്ട്, മാതാപിതാക്കൾക്കും ഉണ്ട് പഠിപ്പിച്ചെടുക്കാനായിട്ട്. സാധാരണക്കാർക്കൊക്കെ വലിയ ബുദ്ധിമുട്ടാണ്. ഇവിടുത്തെ ബിന്ദുവിൻ്റെ മോള് അതിനാണ് പഠിക്കുന്നത്, ലോണൊക്കെ എടുത്തിട്ട്. ഒക്കെ പ്രതീക്ഷകളോട് കൂടിയാണ് ഓരോരുത്തരും ഓരോന്നും ചെയ്തുകൊണ്ട്. മാതാപിതാക്കളും അതെ, എൻ്റെ മക്കൾ നല്ലൊരു ഇതിലെത്തിക്കഴിഞ്ഞാൽ നമുക്കൊരാശ്വാസം എന്നുള്ളത് മാതാപിതാക്കളുടെ മനസ്സിൽ നല്ലോണം ഉള്ളത് തന്നെയാണ്. പക്ഷേ പല ആൾക്കാരും അത് മനസ്സിലാക്കണില്ല എന്നുള്ളൊരു സത്യം കൂടി ഉണ്ട്. അത് നിങ്ങളാരും അങ്ങനെ തള്ളിക്കളയരുത്. ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടാണ് എല്ലാവരും കൊണ്ടുവരുന്നത്. അപ്പോൾ അവരെ നമ്മൾ കുറച്ച്, മുഴുവനായിട്ടൊന്നല്ല പറയുന്നത്, കുറച്ചെങ്കിലും ഒന്ന് പരിഗണിക്കണം കേട്ടോ. അപ്പോൾ കഥ ഒക്കെ പറയണമെങ്കിൽ കുറേ ഉണ്ട്, അങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കും. അപ്പോൾ നമുക്ക് മീൻ വെക്കുന്ന രീതിയിലേക്ക് പോവാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾക്കൊരു പാത്രത്തിൽ ഞാൻ വെള്ളം വെച്ചിട്ടുണ്ട്. അത് ഈ മീനിനെ നമുക്ക് ചൂടുവെള്ളത്തിലൊന്ന് ഇട്ടെടുക്കണേ. ഇതിനൊരു മണലുണ്ടല്ലോ, സ്രാവിന് മണലുള്ള കാര്യം നിങ്ങൾക്കറിയാലോ. അപ്പം ഇതൊക്കെ എന്നെപ്പോലെയുള്ളവർക്കോ ഭക്ഷണം പാകം ചെയ്യാൻ അറിയുന്നവർക്കോ പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. പിന്നെ ഒരു പുതുതലമുറ അറിഞ്ഞു വരുന്ന കൊച്ചുകുട്ടികൾക്ക്, എൻ്റെ മോള് അതാ പറഞ്ഞത്, ഞാൻ BCAക്ക് പോകുമ്പോൾ മോള് പറയണേ എന്തോ ഒരു കറി വെക്കേണ്ട കാര്യം പറയാം. അതൊക്കെ വെക്കാൻ എന്തുട്ട് അത്ര ബുദ്ധിമുട്ട് എന്ന് ഞാൻ ചോദിച്ചേ. അതൊക്കെ അങ്ങോട്ട് ഒരു ഐഡിയാപരമായിട്ട് അങ്ങോട്ട് വെക്കുന്നേന്ന്. എൻ്റെ മമ്മ ഐഡിയ എന്തെങ്കിലും ഒരു ഊഹം ഉണ്ടെങ്കിലല്ലോ ഒരു ഐഡിയ നമ്മളുടെ ഇതിൽ വരുള്ളൂ. ഒന്നും അറിയാത്തവർക്ക് എങ്ങനെ ഐഡിയ വരാനാന്ന് അവൾ ചോദിക്കേണ്ടായി. അപ്പോൾ അതും ശരി തന്നെയാണല്ലോ. ഒന്നറിയാത്തവർക്ക് എന്തൊരു ചെയ്യേണ്ടത് എന്ന് വിചാരിച്ചിരിക്കും നമ്മൾ. അപ്പോൾ ഈ ഒരു മീനെ കിട്ടിയിട്ടുണ്ടെന്ന് ചോദിച്ചത് എങ്ങനെ വെക്കും, അത് മണൽ കളയാണ്ട് വെക്കുമോ, കളഞ്ഞിട്ട് വെക്കുക, എങ്ങനെയാണ് മണൽ കളയുക, അങ്ങനെയൊക്കെ അറിയാത്തവരുണ്ടാവും. അപ്പോൾ അതിലേക്കൊന്ന് നമുക്ക് പതുക്കെ പോവാം. അപ്പോൾ ഇവിടെ ഞാൻ കുടപ്പുളി കുറച്ച് വെള്ളത്തിലിട്ടിട്ടുണ്ട്. 2 ചുള കുടപ്പുളി, കുറച്ച് മതി. അതിന് പുളിക്കനുസരിച്ച് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. വെള്ളം കുറച്ചും കൂടി വേണമെങ്കിൽ കുറയ്ക്കാം കേട്ടോ. കുറച്ച് വെള്ളത്തിലാണ് വെച്ചാൽ മതി. പിന്നെ ഇവിടെ വെള്ളം ഒരുവിധം ചൂടായി വന്നു. അപ്പോൾ 40 രൂപയാണ് ഒരു പാക്കറ്റിൻ്റെ വില. അപ്പോൾ അത് ഇട്ട് കൊടുക്കാം നമുക്ക്. തീ ഓഫാക്കിയിട്ടാ.
ഒരു 2 മിനിറ്റ് ഒന്ന് അവിടെ കിടന്നോട്ടെ. അപ്പോൾ പെട്ടെന്ന് അങ്ങോട്ട് പോയി കിട്ടുവേ. 2 കഷ്ണം അധികമില്ല കേട്ടാ. 40-80 രൂപയുടെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്ക് 3-4 പാക്കറ്റൊക്കെ വേണം ശരിക്കും പറയുകയാണെങ്കിൽ. അതേ കണ്ട ഇങ്ങനെ പോരുമ്പോൾ കണ്ട ഈ മണൽ നമ്മുടെ കയ്യിലേക്ക് പോരും. പച്ചസ്രാവായാലും ഇങ്ങനെ തന്നെയാട്ടോ. നമ്മൾ പഴയ രീതിയിലൊക്കെ തൊലിയൊന്നും പൊളിക്കാറില്ല. ഇങ്ങനെയാണ് നമ്മൾ ചൂടുവെള്ളം ഒഴിച്ചിട്ടാണ് കളയുക അതിൻ്റെ മണൽ. കുറേ അധികം നേരം നമ്മൾ അതിലിടണ്ട. അപ്പോൾ നമുക്കത് ഇതാവും. നമുക്ക് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കാം കേട്ടോ. എന്നിട്ട് ഞാൻ ഈ വെള്ളം ഊറ്റിക്കളയട്ടെ കേട്ടാ. കണ്ട ദേ ഇങ്ങനെ കയ്യിലോണ്ട് വരെ ഇങ്ങനെ കാണിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ട അതിൻ്റെ ഇത് പൊരിഞ്ഞണ്ട. ഇതാണ് അതിൻ്റെ മണൽ. വെറുതെ ഈ വെള്ളത്തിൽ പച്ചവെള്ളത്തിൽ നമുക്ക് കഴുകിയെടുക്കാം കേട്ടോ. കണ്ട ഇങ്ങനെ വെറുതെ കഴുകിയ കണ്ട ഇതിങ്ങനെ പോരും. അപ്പോൾ നല്ല ക്ലീനായി കിട്ടും. ഇതാണ് ഇതിൻ്റെ കഴുകിയെടുക്കുന്ന രീതി. കണ്ട ഞാൻ അത് കഴുകി കൊണ്ടുവരാം കേട്ടോ, ക്ലീനാക്കിയിട്ട്. അപ്പോഴങ്ങനെ മീനൊക്കെ കഴുകി ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. ആകെ അത്രയേ ഉള്ളൂ. അപ്പോൾ കുട്ടികൾ ചോദിക്കും, അമ്മേ മീൻ വെച്ചു എന്ന് പറഞ്ഞിട്ട് കഷ്ണമൊന്നും കാണാനില്ലോ എന്ന് പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ കുറച്ച് അധികം എടുത്തോട്ടാ, നല്ല ടേസ്റ്റ് ഉണ്ടാവും അധികം എടുത്തിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഇതായിരിക്കും ഞാൻ കായതേ ഇങ്ങനെ തൊലി കളഞ്ഞതേ കണ്ട അങ്ങനെ നൈസായിട്ടാണ്. അധികം കനൽ ഇതിലല്ല ഞാൻ നുറുക്കിയിരിക്കുന്നത്. അത് നമ്മൾ ഇട്ട് കൊടുക്കുന്നു. പിന്നെ നമ്മുടെ പച്ചമുളക്, വേപ്പില, ഇഞ്ചി ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉള്ളി ഞാൻ ചേർത്തിട്ടില്ല കേട്ടോ. ഉള്ളി ചേർക്കുമ്പോൾ വേറൊരു മണമാണ് വരി, അതാണ് അത് ചേർക്കാതിരുന്നത്. പിന്നെ പച്ചമുളക് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി അതും ഇട്ടിട്ടുണ്ട് നമ്മൾ. പിന്നെ ഉണക്കമീനിൽ അല്പം ഉപ്പുണ്ടാവും, എങ്കിലും നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഈ കായയിലൊന്നും ആവശ്യമായിട്ടുള്ള ഉപ്പുണ്ടാവില്ല. പിന്നെ കുറച്ച് വെളിച്ചെണ്ണ പാറ്റി കൊടുക്കുക. ഇത് നന്നായി ഒന്ന് തിരുമ്മി കൊടുക്കുക. തിരുമ്മലൊരു പ്രാധാന്യമാണ്. തേങ്ങ അരച്ച് വെച്ച തേങ്ങയാണ് കേട്ടോ, പാലല്ല. അതായിരിക്കും ഒഴിച്ചു കൊടുക്കുക. ഒന്നും കൂടി ഒന്ന് വഴറ്റി കൊടുക്കുക. മീൻകറി ഇങ്ങനെ ചെയ്യുന്നതിലൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും എന്ന് എൻ്റെ അമ്മ പറയാറുണ്ട്. അത് ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ്. അത് ഇല്ലേ ഉണ്ടോ എന്നൊന്നും നമ്മൾ നോക്കിയിട്ടില്ല. അതേപോലെ തന്നെയാണ് നമ്മളിപ്പോൾ അമ്മ പഠിപ്പിച്ച പോലെ തന്നെയാണ് ഇപ്പോഴും വെച്ച് വരുന്നത് ഞാൻ കേട്ടോ. അമ്മ പറയും ഇങ്ങനെ എല്ലാം കൂടി ഒന്ന് മഴക്കി എന്ന് പറയല്ല, മയക്കി എടുക്കുമ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് വരിക എന്നാണ് അമ്മ പറയാറ്. ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം. പിന്നെ നമ്മുടെ മിക്സിയിലെ ജാറുണ്ടല്ലോ, അതൊന്ന് കഴുകി ഒഴിച്ച് കൊടുക്കാം. ഇനി കുറച്ച് വെള്ളം, നമ്മൾ അധികം വെള്ളമാക്കണ്ട. കാരണം എന്താ വെച്ചാൽ ഇത്തിരി കായ വെന്തതിന് ശേഷമാണ് നമ്മൾ പുളി ഒഴിക്കുള്ളൂ കേട്ടോ. കാരണം എന്താ വെച്ചാൽ കായ വേവില്ല, അല്ലെങ്കിൽ കായ വേവാണ്ട് കിടക്കും. അപ്പോൾ നമ്മൾ തീയൊക്കെ കത്തിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഒന്ന് വെന്ത് വരട്ടെ. അപ്പോൾ ദേ കുടപ്പുളി ഇവിടെ റെഡി ആയിട്ടിരിക്കുന്നുണ്ട്. അതിനെ നമുക്ക് കായ വെന്തതിന് ശേഷം അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ.
അപ്പോൾ മീൻകറി ചടക്കുടാ തിളച്ചു കേട്ടോ. അപ്പോൾ കായൊന്ന് വെന്തോന്ന് നമുക്കൊന്ന് നോക്കി നോക്കാം. നല്ല ചൂടുണ്ട്, അത് കാരണം നമുക്കത് കൈ കൊണ്ട് അങ്ങോട്ട് പറ്റില്ലേ. ഒരുവിധം തിക്കായി വന്നിട്ടുണ്ട് കേട്ടോ കറി. കായ വെന്തു കണ്ട ഇടയുണ്ട്. അപ്പം അത്ര കായ വെന്താൽ മതി. അപ്പം ഇനി നമ്മുടെ കുടപ്പുളിയുടെ വെള്ളം വേണമെങ്കിൽ ഒഴിക്കാം നിങ്ങൾക്ക്, അല്ലെങ്കിൽ ഇപ്പോൾ കുടപ്പുളി ഇട്ടാലും കുഴപ്പമൊന്നുമില്ല. ഇത്തിരി പുളി കുറവാണെങ്കിൽ നമുക്ക് നോക്കിയിട്ട് വേണമെങ്കിൽ കുടപ്പുളി ഇട്ട് കൊടുക്കാം കേട്ടോ. അത്യാവശ്യത്തിന് പുളി ഉണ്ട്. ഇട്ട് കൊടുത്തു ഞാൻ. ഒന്ന് തിളച്ച് പുളിയാവട്ടെ. ഇപ്പം എല്ലാം ഉണ്ട് കേട്ടോ, ഉപ്പും പുളിയും എരിവും ഒക്കെ ഉണ്ട്. ഇനി ഇതൊന്ന് താളിച്ചെടുത്താൽ മതി നമുക്ക്. അപ്പം ഇനി കാച്ചലും കൂടി കഴിഞ്ഞാൽ നമ്മുടെ മീൻകറി അടിപൊളിയായി കിട്ടും നമുക്ക്. ചെറുള്ളി ഇട്ടിട്ടാണ് കേട്ടോ കാച്ചണത്. സബോള പോലെ തോന്നുന്നു വെച്ചാലും ചെറുള്ളിയാണത്. നല്ല വലിയ ഉള്ളിയാണ് ഇപ്പോൾ വരുന്നത്. അപ്പോഴേ നല്ല കളറ് കിട്ടണം എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഉള്ളിയൊക്കെ ഒന്ന് മൂത്ത് വരുമ്പോൾ തീയൊക്കെ ഒന്ന് കുറച്ച് ഒരല്പം മുളക് പൊടി ഇതിങ്ങനെ കരിയാണ്ട് ഇങ്ങനെ തൂവി കൊടുക്കുക. എന്നിട്ട് അത് ഇതിലേക്ക് ഇങ്ങനെ എടുത്ത് ഒഴിക്കുമ്പോൾ നല്ലൊരു ചുമന്ന കളർ വരും കണ്ട. നമ്മുടെ കായ സ്രാവ്, ഉണക്കസ്രാവും കായും കൂടി കറി വെച്ച് എങ്ങനെ ഇരിക്കും കേട്ടോ കണ്ട. അപ്പോഴേ അങ്ങനെ നമ്മൾ നമ്മുടെ വീട്ടിലെത്തിയിട്ട് ആ കടയിൽ നിന്നൊക്കെ അങ്ങോട്ട് പോന്നു. വീട്ടിലെത്തി ചെടികളൊക്കെ കണ്ട അവിടുത്തെ ഒക്കെ ഞാൻ വെട്ടി കുറ്റിയാക്കി നിർത്തിയതല്ലേ, ഒരു ദിവസം നിങ്ങളെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നില്ലേ. അതൊക്കെ ഇങ്ങനെയായി. പിന്നെ അച്ഛൻ അവിടെ നിന്ന് പണി ഉണ്ടായിരുന്നില്ല. ചക്കയൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. പകുതി ചക്കയുള്ളൂ, പകുതി ആരെങ്കിലും കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അച്ഛനെ പറമ്പിലൊന്ന് ചെന്ന് നോക്കാം. പറമ്പിലാണ് പണി. അപ്പോൾ എവിടെ നോക്കട്ടെ. ഇതാണ് നമ്മുടെ പറമ്പിട്ടാ, പച്ച പിടിച്ച്. അയ്യോ, ഇവിടെ അവിടെ ഒരു പുതിയ പഴമൊക്കെ ഉണ്ടായിട്ടുണ്ട്. പുതിയതല്ല, കുറേ നാളെത്തിയതാണ്. അതൊക്കെ ഉണ്ടായിട്ടുണ്ട്. കായൊക്കെ ഞാൻ പൊട്ടിച്ച് തിന്ന് കഴിഞ്ഞു. ഇതാണ് കേട്ടാ പോളേട്ടൻ തന്ന ചെടിയാ. ഇതേ കണ്ട, അതിൻ്റെ പച്ച കണ്ട. ഇത് നിങ്ങൾക്ക് മനസ്സിലാവും, ബട്ടർ ഫ്രൂട്ട് പേര് ചില നേരത്ത് മറക്കും ഞാൻ. അതിൻ്റെ കായ എനിക്ക് വലിയ ഇഷ്ടമാണ്, ഭയങ്കര ഇഷ്ടം എനിക്ക് തിന്നാൻ. ഞാൻ കുറേ തിന്നും. കറുമ്പ് തിന്നും. ഒന്നും കാണാനില്ല, പച്ചയെ കാണാമല്ലോ. അപ്പോൾ കാട് പിടിച്ച് കിടന്ന സ്ഥലങ്ങളൊക്കെ ദേ ചക്കയൊക്കെ കുറേ വെട്ടിക്കളഞ്ഞാ ചേട്ടാ. ചക്കയൊക്കെ വെട്ടിക്കളഞ്ഞാ എന്തേ വെട്ടി ചക്ക? ഒയ്യോ, എന്തോരം ചക്ക നിൽക്കണില്ലേ. അപ്പോൾ ദേ അച്ചവിടെ ഉണ്ട്. അച്ഛൻ പൈനാപ്പിൾ ഉണ്ടെന്ന് പറഞ്ഞത് എവിടെ ചേട്ടാ? പറക്കി പൈനാപ്പിൾ പറക്കി. പുല്ലിൻ്റെ കളിയെ കണ്ട, പുള്ളി ഉണ്ടെങ്കിൽ അതിൻ്റെ ഇടയിലാണ് ഈ പുല്ല്. പൊട്ടിച്ചാൽ മതി. വീണ് എടുക്കാല്ലേ. നമുക്ക് അധികമൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ, ഒരെണ്ണം. പൈനാപ്പിള് നമുക്ക് ചെത്തി തിന്നാം. പൈനാപ്പിള് നല്ല പൈനാപ്പിൾ, പഴുത്ത് തുടുത്ത പൈനാപ്പിളാട്ടാ. ഇതൊക്കെ കുഴിച്ചിടാന്ന് അച്ഛൻ പറയുന്നു. അപ്പം അടുത്ത കൊല്ലത്ത് ഈ കുറേ ഉണ്ടാവൂലേ ചേട്ടാ? വിളകൾ 10 ഉണ്ടെന്ന്. 10 നമുക്ക് അരിവിട്ട് കുഴിച്ചിടാം.
മറ്റേമ്മലൊന്നും ഉണ്ടായില്ല. ചേട്ടാ എന്തൊരു വള്ളി ഇതാ, എന്നിട്ടുണ്ടായില്ല. അവിടെ ഉണ്ടാ നമ്മുടെ ഇതിന് ചക്ക നിൽക്കണുണ്ടില്ലേ. അപ്പോൾ ആൾക്കാർ ചോദിക്കും ആർക്കെങ്കിലും ഇട്ട് കൊടുത്തുകൂടെ എന്ന്. ഒരാൾക്കും ഇട്ട് കൊണ്ടുപോകാൻ പറഞ്ഞ വേണ്ട കേട്ടാ, ഇവിടെ കയറാൻ ആളില്ലാത്ത കാരണം ഇടാത്തത്. നമ്മൾ ഉണ്ടാ ചക്കയാണിത് മുഴുവനും. അപ്പം ഞാനേ അവിടെ നിന്ന് വന്ന് ഇവിടുത്തെ അച്ഛന് വെച്ചിട്ടുണ്ടാവേ, അപ്പം എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കാമെന്ന് ചോദിച്ചു. അപ്പം ഞാൻ കൊള്ളി കൊണ്ടുപോയിക്കാണ്. കൊള്ളി പുഴുങ്ങാനൊന്നല്ല കേട്ടാ, ഒരു വെറൈറ്റി ഉണ്ടാക്കാനാണ്. അപ്പോൾ അച്ഛൻ ഇങ്ങനെ വല്ലപ്പോഴും പണിയില്ലാണ്ടിരിക്കുമ്പോഴൊക്കെയാണ് എന്തെങ്കിലും ഫുഡ് നന്നായി കഴിക്കുക. പിന്നെ പണി കഴിഞ്ഞ് വരുമ്പോൾ 6 മണി 7 മണിയൊക്കെ ആവും. ഒരുപാട് ദൂരത്തിലാണ് പണി. ഇവിടെ ഒരു സ്ഥലത്തെ ചേർത്തിന്നൊക്കെ കുറേ അങ്ങോട്ട് പോയിട്ട് വേണം. അപ്പം അങ്ങോട്ട് ഓടിയെത്തും വരുമ്പോഴേക്കും 7 മണിയൊക്കെ കഴിയും ചില ദിവസങ്ങളിൽ. ചില ദിവസം നേരത്തെ വരും കേട്ടോ. എന്നും ഞാൻ എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കും. അച്ഛന് ഇങ്ങനത്തെ നാടനായിട്ടുള്ള കാര്യങ്ങളാണ് ഇഷ്ടം. ചക്ക, കൊള്ളി അങ്ങനത്തെ ഒക്കെ. അപ്പോൾ ചക്കയുള്ളപ്പോൾ ഞാൻ കഴിയുന്നതും ചക്ക ഉണ്ടാക്കി കൊടുക്കും, കറിയൊക്കെ വെച്ച്. ഇന്ന് ഞാൻ കൊള്ളിയാണ് ആക്കാൻ വിചാരിച്ചിരിക്കുന്നത്. കൊള്ളി മുട്ടയും കൂടിയിട്ട്. അപ്പോൾ ഞാനതൊരു പ്രത്യേക രീതിയിലാണ് ആക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ കയ്യിലൊക്കെ ക്ലീൻ ചെയ്തെടുക്കട്ടെ കേട്ടോ. അപ്പോൾ കൊള്ളി ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഉപ്പൊക്കെ ഇട്ടിട്ട് വെള്ളമൊഴിച്ച് നല്ല ക്ലീനാക്കി എടുത്ത് ഒരു വിസിൽ കേൾപ്പിക്കാം കേട്ടോ നമുക്ക്. കാരണം ഒരു വിസിലിൽ വേവേണ്ടതാണ് കൊള്ളി. ഇനിയിപ്പോൾ എല്ലാ പ്രാവശ്യത്തെയും അങ്ങനെയാണ്, നല്ല കൊള്ളിയാണ് നമുക്ക് വരാറ്. ഇതും അങ്ങനെ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നോക്കാം. അധികം അങ്ങനെ വെന്തങ്ങനെ ഉടയാൻ പാടില്ല, അത് ആ രൂപത്തിലെടുക്കണം. അപ്പോൾ നമുക്ക് ഒരു വിസിലിൽ നോക്കി നോക്കാം. അപ്പം അങ്ങോട്ട് പാകം ചെയ്തെടുത്താലോ. അതെ നമ്മുടെ കൊള്ളിതേ അസലായിട്ട് വെന്തിട്ട് ഞാൻ വെള്ളമൊക്കെ ഊറ്റി കളഞ്ഞെടുത്തിട്ടുണ്ട്. താണ്ടാ ഇതിങ്ങനെ വെക്കുമ്പോഴേക്കും തന്നു പോയി ചെയ്യും. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം നമുക്ക്. വെളിച്ചെണ്ണയൊക്കെ കാശ് കൂടുതലാണെന്ന് വിചാരിച്ച് ഇത്തിരി ഒഴിക്കണം കേട്ടോ, എന്നാലും അതൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പം നമ്മളതിലേക്ക് കടുകിട്ട് കൊടുക്കുന്നു. അത് പൊട്ടി വന്നു കഴിയുമ്പോൾ വറ്റൽമുളക് ഇട്ട് കൊടുക്കുന്നു. കുറച്ച് വേപ്പിൻ്റെ ഇട്ട് കൊടുക്കുന്നു. കുറച്ച് നല്ല നാടൻ മുളക് ഇട്ട് കൊടുക്കുന്നു. എരിവുണ്ടേ. കുറച്ചുള്ളി, ചെറുള്ളിയാണ് കേട്ടോ. അതിലേക്ക് നമ്മുടെ വെന്ത കൊള്ളി അങ്ങ് ഇട്ട് കൊടുക്കുന്നു. നന്നായി വെന്തിട്ടായിരുന്നു ഇങ്ങനെ വേവിടത്. ഇത്തിരി ഇങ്ങനെ ഈ കൊള്ളിയല്ല, ഇത്തിരി മൂപ്പ് കുറഞ്ഞ കൊള്ളിയാണേ. നല്ല മൂപ്പിട്ട് നല്ല പുട്ട് പോലെ ഇരിക്കുന്ന കൊള്ളിയില്ല. ഇതിൻ്റെ വേവും അതിൻ്റെ വേവിനും ഇത്തിരി വ്യത്യാസമുണ്ട്. ഇതാണ് ഇതിൻ്റെ പണിയിട്ടാ. എൻ്റെ പണി കഴിഞ്ഞു. ഇങ്ങനെ തോണ്ടിത്തില്ലാറായി, ആ പരുവത്തിലായി. അടുത്തത് നമ്മുടെ മുട്ട വേണമല്ലോ. മുട്ടനെ ശരിയാക്കി എടുക്കാൻ. അപ്പം ഞാൻ 3 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. സാധാരണ മുട്ട പൊരിക്കുന്ന പോലെ കേട്ടോ, പ്രത്യേകിച്ചൊന്നുമില്ല. ചെറുള്ളിയിൽ നമുക്ക് മുട്ട പൊരിച്ചെടുക്കാം. അപ്പോൾ അതിന് തന്നെ കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ചെറുള്ളി ഇട്ട് കൊടുക്കാം. വേപ്പില ഇട്ട് കൊടുക്കാം. പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഒക്കെ ഇട്ടിട്ടുണ്ട്, കാരണം ഇനി അതെടുത്ത് വെച്ചാൽ അധികവും. ഇത്ര മൂത്തിട്ടുള്ള മുളകല്ല അതേ,
കാരണം അത്രയ്ക്ക് അങ്ങോട്ട് ഒരു ഉണ്ടാവില്ല. പിന്നെ പൊരിച്ചെടുക്കാം നമുക്ക് കേട്ടോ. അപ്പോൾ നമ്മുടെ ഫ്രൈ ചെയ്യാനുള്ള പാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്കതിൽ ഇത്തിരി വെളിച്ചെണ്ണ വെച്ച് കൊടുത്തിരുന്നൊരു സമാധാനമൊക്കെ ഉണ്ടാവും. വെളിച്ചെണ്ണയിൽ മുട്ടയൊക്കെ പൊരിച്ചെടുക്കുന്ന ടേസ്റ്റ് ഉണ്ടാവില്ല വേറെ ഒന്ന് എന്ത് തന്നെ ഒഴിക്കണ്ടെന്നൊക്കെ പറഞ്ഞാൽ. അപ്പോൾ 2 പീസായിട്ട് നമുക്ക് ഇതിനെ പൊരിച്ചെടുക്കാം കേട്ടോ. അല്ലെങ്കിൽ ഈ മുളകൊക്കെ നടുവിൽ തന്നെ കിടക്കും. അത് 4 വസ്തിക്ക് ആക്കണം. പതുക്കൊന്ന് നമുക്ക് കുന്ത് വെളിച്ചെണ്ണ ഒരു മുകളിൽ ഒഴിച്ച് കൊടുത്തിട്ട് ഒന്നിങ്ങനെ അടച്ചു വയ്ക്കാം. അതിനൊന്ന് പതുക്കെ നമുക്ക് മറച്ചിട്ട് കൊടുത്താലോ. ഇങ്ങനെ ആവിയും പിടിക്കുന്നൊന്ന് പൊന്തി വരും. നന്നായി പൊന്തി വന്നു. അപ്പോൾ ഒരെണ്ണം റെഡി കേട്ടോ. ഞാൻ അടുത്തത് രണ്ടെണ്ണം ശരിയായി വന്നു കേട്ടോ. അപ്പോൾ പരിപാടി കഴിഞ്ഞില്ലേ. അപ്പോൾ ഇതിനി പൊതിയാന്നുള്ളതാണ് നമ്മുടെ ഡെക്കറേഷൻ. അതാണ് നമ്മളുടെ ടേസ്റ്റ്. ഒരു മുട്ട വെച്ച് കൊടുക്കുന്നു. നമ്മൾ കൊള്ളി അതിലിട്ട് കൊടുക്കുന്നു. നമ്മുടെ ഉച്ചയിൽ ഞാൻ വെച്ചിട്ടുള്ള മീൻ കറി ഇല്ലേ, സ്രാവ്, അത് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നു. ബാക്കിയുള്ള കൊള്ളിയാണ് ഞാൻ വെച്ചിങ്ങനെ മൂടുന്നു. ബാക്കി വന്ന ഒരു മുട്ടയും കൂടി ഇല്ലല്ലോ, അതിൻ്റെ മുകളിൽ ഇങ്ങനെ വെച്ച് ഒരു 10 മിനിറ്റ് നേരം നമുക്കിങ്ങനെ അടച്ചങ്ങോട്ട് വെക്കാം. ഇതിരിക്കട്ടെ. അപ്പോൾ ഒരു 10 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് എടുത്ത് നോക്കാം. അച്ഛനാണെങ്കിൽ വിശന്ന് തുടങ്ങിയെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്കൊന്ന് നോക്കിയാലോ. ചാറൊക്കെ അങ്ങോട്ടൊക്കെ പോയിട്ടാണ്. ചേട്ടാ വാ. അപ്പോൾ നമ്മുടെ കട്ടൻ ചായയും മറ്റേ ഇതും തുറന്ന് വെച്ചിട്ടുണ്ട്, നമ്മുടെ ഡിഷ് ഉണ്ടാക്കിയത്. അപ്പോൾ അച്ഛനത് കഴിക്കാനായിട്ട് ആഗതനായിട്ടുണ്ട്. ഒന്ന് കഴിച്ച് നോക്കൂ ചേട്ടാ.
ഒരു ടീസ്പൂൺ. സൂപ്പറാണോ? സൂപ്പറായി. മീൻ ചാറും ഒക്കെ കൂടി ചെന്നപ്പോൾ മീൻ ചാറും മുട്ടയും ഉള്ളിയും. അപ്പോൾ ഞാൻ തിന്നു നോക്കട്ടെ കേട്ടോ. സൂപ്പറാ. ഒരു പ്രാവശ്യം ഉണ്ടാക്കി പോകാം. പക്ഷേ ഇത്ര കണ്ട് വേഗം വലിയ കൊള്ളി പൊടിഞ്ഞിരിക്കുന്ന കൊള്ളിയായിരിക്കണം. ഇത് അങ്ങനത്തെ കൊള്ളിയല്ല, ഉള്ളിക്ക് മൂപ്പ് മൂപ്പ് കുറഞ്ഞ കൊള്ളിയാണ്. നമ്മൾ വിചാരിക്കുന്ന പോലെ ഓരോ സമയത്ത് ഉണ്ടാക്കുമ്പോൾ വരണമെന്നില്ലേ. അമ്മയുടെ ഇതിൻ്റെ രസവും ഒക്കെ ഇത് അടിപൊളി കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വേറൊരു വിശേഷവുമായി വരുന്നവരേക്കും ടാറ്റാ ബൈ.